LDF കൺവീനർ TP രാമകൃഷ്ണൻ റിപ്പോർട്ടിനൊപ്പം ചേരുന്നു. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ADGP MR അജിത് കുമാർ RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച, അതുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങളുള്ള സമയമാണ്. ഈ കൂടിക്കാഴ്ച ഒരുപക്ഷെ സർക്കാരിനും ഇടതുമുന്നണിക്കും പൊതുസമൂഹത്തിനിടയിൽ വലിയ അവമതിപ്പുണ്ടാക്കി. പ്രത്യേകിച്ച് സർക്കാരിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് ഈ ADGP MR അജിത് കുമാർ. അതിലുള്ള പ്രശ്നം ഏതെങ്കിലും ഒരു വ്യക്തിയെ കാണുന്നതിൽ കണ്ടോ എന്നുള്ളതല്ല പ്രശ്നം, എന്തിന് കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ അതുകൂടി വെച്ച് പരിശോധിക്കുമ്പോഴാണ് സ്റ്റേറ്റിനെ എങ്ങനെ ബാധിക്കുമെന്നുള്ള ഒരു വിശകലനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയുക. ഗവൺമെൻറ് വളരെ സമഗ്രമായ പരിശോധന തന്നെയാണ് ഈ സമീപ ദിവസങ്ങളിൽ വന്നിട്ടുള്ള വിവാദങ്ങളിലൊക്കെ. ഇപ്പോൾ അൻവർ ആരോപണം ഗവൺമെൻറ്റിന് എഴുതി കൊടുത്തിന് അദ്ദേഹത്തിൻ്റെ പരാതി പറഞ്ഞ കാര്യങ്ങളെല്ലാം സമഗ്രമായ പരിശോധനയ്ക്ക് വിധേയമാക്കാണ്. അൻവർ തന്നെ ഈ വിഷയത്തിൽ പറഞ്ഞൊരു കാര്യം, ഈ RSS നേതാക്കളെ പോയി കണ്ടത് പ്രതിപക്ഷ നേതാവിന് വേണ്ടിയിട്ടാണെന്നുള്ളൊരു ആരോപണം അദ്ദേഹം ഉയർത്തിയിട്ടുണ്ട്. ഞങ്ങളെ ആരോപണമല്ല കേട്ടോ, അൻവർ ഇങ്ങനെ ഒരു ആരോപണം ഉയർത്തിയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചതിന് ശേഷം ഒരു നിലപാടിൽ നമുക്കെത്താം. അതാണ് ഗവൺമെൻറ് സ്റ്റാൻഡ്. ഈ ക്രമസമാധാന ചുമതലയുള്ള ഒരു ADGP RSSന്റെ യോഗത്തിൽ പോകുന്നു എന്ന ആരോപണവും അൻവർ അങ്ങനെ ഒരു ആരോപണം തുടക്കത്തിൽ പാലക്കാട് യോഗത്തിൽ ഭാരവാഹികളെ പോയി കണ്ടു എന്നുള്ളതാണ് വന്ന വിഷയം. പോയി കണ്ടു എന്നുള്ളത് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തിനു പോയി കണ്ടു, അത് പരിശോധിച്ചിട്ട് വിവരം വരട്ടെ, അതിനുശേഷം നമുക്ക് ആലോചിക്കാം എന്ത് ചെയ്യണം എന്നുള്ളത്. പ്രതിപക്ഷം ഇത് ഏറ്റെടുക്കുകയും അത് പിണറായി വിജയനുമായി ചേർത്തുകൊണ്ട് ചില കേസുകളിലെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഭാഗമായിട്ട് പ്രതിപക്ഷത്തിൻ്റെ അവരുടെ ലക്ഷ്യം പിണറായി വിജയനാണല്ലോ. എത്ര കാലമായി പിണറായി വിജയനെതിരായിട്ടുള്ള ഈ വേട്ടയാടൽ അവർ തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിൽ അദ്ദേഹം വാടി തളർന്നു പോയിട്ടില്ലല്ലോ. നേരത്തെ ഗവൺമെൻറ് മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ്, മുഖ്യമന്ത്രി ആയതിനു ശേഷം തുടർച്ചയായിട്ട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നില്ലേ? ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഘട്ടത്തിലാണല്ലോ 2021 ഇലക്ഷൻ നടന്നത്. അദ്ദേഹം വീണ്ടും നല്ല ഭൂരിപക്ഷത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് ഭരണ തുടർച്ച വന്നു. അപ്പോൾ ഈ സന്ദർഭങ്ങളിലെല്ലാം കേരളത്തിലെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും എല്ലാം പിണറായി വിജയനെ ഒറ്റതിരിഞ്ഞ് ആക്രമിച്ച് തകർക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതിനൊരു സ്ഥലത്ത് ഒരു തരത്തിൽ അതിന് അംഗീകരിച്ചു പോകുന്ന നിലപാടല്ല പാർട്ടിക്കുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും അതിനെ അംഗീകരിക്കുന്ന നിലപാടല്ല ഉള്ളത്. അതിനെല്ലാം അതിജീവിച്ച് അതിശക്തമായി കേരളം മുന്നോട്ട് പോകുന്നുണ്ട്. കേരളം കൈവരിച്ച നേട്ടങ്ങൾ ചെറുതാണ്. നിസ്സാരമായൊരു പ്രശ്നത്തിൻ്റെ മേലെ വിലയിരുത്തൽ അവസാനിപ്പിക്കേണ്ട കാര്യമല്ലല്ലോ അത്. അപ്പം അതുകൊണ്ട് നമ്മൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കാര്യത്തിൽ ഒരാശങ്കയില്ല, പാർട്ടിക്കില്ല. ഇതിൻ്റെ എല്ലാം നേരിട്ട് പോകത്തക്ക നിലപാട് തന്നെയാണ് പാർട്ടി സ്വീകരിക്കുന്നത്. ഇതിൽ ADGP ഇങ്ങനെ RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ CPI പരസ്യമായി തന്നെ അതൃപ്തി രേഖപ്പെടുത്തി കഴിഞ്ഞു. അങ്ങനെ ഒരു മുന്നണിക്കുള്ളിൽ തന്നെ ഇക്കാര്യത്തിൽ രണ്ട് വ്യത്യസ്തമായ അഭിപ്രായമാണ്. മുന്നണിക്കകത്ത് വ്യത്യസ്ത അഭിപ്രായങ്ങളൊന്നുമില്ല. ഇത് അവർ പ്രധാനമായിട്ട് ഉന്നയിച്ച പ്രശ്നം ഈ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അതിലെന്തെങ്കിലും ഗൂഢാലോചന നടന്നിട്ടോ എന്നുള്ളത് പരിശോധിക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ പാർട്ടിയുടെ നിലപാട്, മുന്നണിയുടെ നിലപാട് തന്നെയാണ്. തീർച്ചയായിട്ടും ഗവൺമെൻറ് അത്തരം കാര്യങ്ങളെല്ലാം പരിശോധിച്ച് വ്യക്തത വരുത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിലുള്ള ആശങ്കയാണ് പ്രകടിപ്പിച്ചത്. ഇതിൻ്റെ അകത്ത് ഗൂഢാലോചന നടന്നു എന്നുള്ള ആശങ്കയാണ് പ്രകടിപ്പിച്ചത് CPI. അത് സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. അന്വേഷണം നടത്തി റിപ്പോർട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാര്യങ്ങൾ ആലോചിക്കാം. അല്ലാതെ ഈ പ്രശ്നത്തിൽ ഏതെങ്കിലും തരത്തിൽ CPIയും CPM തമ്മിൽ ഒരഭിപ്രായ വ്യത്യാസത്തിൻ്റെയും പ്രശ്നം ഉദിക്കുന്നില്ല. ADGP പോലെയുള്ള ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെയുള്ള ആളുകളുമായി കൂടിക്കാഴ്ച നടന്നു ആശയവിനിമയം നടത്തുന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് മുഖ്യമന്ത്രിൻ്റെ അനുവാദം ചോദിച്ചിട്ടല്ലല്ലോ പോകുന്നത്. മുഖ്യമന്ത്രിയുടെ അനുവാദം ചോദിച്ചിട്ടല്ല പോകുന്നത്. മുഖ്യമന്ത്രിക്ക് ആ പ്രശ്നത്തെക്കുറിച്ച് അറിയില്ല എന്നുള്ളത് ഉറപ്പ്, അതിൽ സംശയിക്കേണ്ട കാര്യമില്ല. ഇപ്പം ഇതിന് ഒരു വർഷം മുമ്പുള്ള ഒരു കൂടിക്കാഴ്ച എന്നല്ലേ പറയുന്നത്. അപ്പോൾ അത് എന്താണെന്നുള്ളത് പരിശോധിച്ചിട്ട് ആവശ്യമായ പരാതി ഉയർന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ അത് സംബന്ധിച്ചുള്ള നിലപാട് തീർച്ചയായിട്ടും ഗവൺമെൻറ് എടുക്കും, ഗൗരവത്തോടെ പരിശോധിക്കും. തീർച്ചയായും ഇതിൽ ഈ വിവാദത്തിൽ CPIയും CPM തമ്മിൽ അല്ലെങ്കിൽ LDFൽ ഭിന്നതയൊന്നുമില്ല. കൃത്യമായി അൻവർ ഉന്നയിച്ച ആരോപണമായാലും പിന്നീട് ADGP RSS നേതാക്കളുമായി നടത്തിയ ആ ഒരു കൂടിക്കാഴ്ച, ആ കൂടിക്കാഴ്ചയുടെ കാരണം എന്താണ്, അതാണ് സർക്കാർ പരിശോധിക്കുന്നത്. അക്കാര്യത്തിൽ പരിശോധനയും അതിൻ്റെ തുടർ നടപടികളും സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകും എന്ന് തന്നെയാണ് LDF കൺവീനർ TP രാമകൃഷ്ണൻ വ്യക്തമാക്കുന്നത്.